വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആവുന്നതിലെ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്സ്, നിവർന്ന് നിൽക്കാം അല്ലേ. ആ പാഠത്തിൻ്റെ 2 പാർട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അതായത് 2 പാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്കെൽട്ടൺ എന്താണ്, പക്ഷികളുടെ അസ്ഥികൂടം, പിന്നെ തലയോട് സ്കള്ളിനെ കുറിച്ച്, വെർട്ടിബ്രൽ കോളം കേട്ടോ, നട്ടലിനെ കുറിച്ച്, റിബ്സ് വാരിയലിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. നിങ്ങളുടെ ടെസ്റ്റ് നിങ്ങൾ ആ പാർട്ടായിട്ട് തന്നെ എടുത്ത് കാണണം കേട്ടോ. ചാടി കയറി ഇപ്പം ഇത് 3ാമത്തെ പാർട്ട് കിട്ടിയെന്നും പറഞ്ഞ് 3ാമത്തെ പാർട്ട് കയറി കാണല്ലേ കുഞ്ഞുങ്ങളെ. ആ പാഠത്തിൻ്റെ വിശദമായ നോട്ടുകൾ കേട്ടോ നിങ്ങൾക്കൊന്ന് കയറി നോക്കുമ്പോൾ നിങ്ങളറിയാം. ഓരോന്നും പാർട്ട് 1 എടുത്ത് കണ്ട് നോട്ട് എഴുതിയതിന് ശേഷം പാർട്ട് 2 എടുക്കുക കേട്ടോ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞാണ്. റിബ്സിനെ കുറിച്ചൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. വെർട്ടിബ്രൽ കോളം കേട്ടോ, നട്ടലിനെ കുറിച്ചും റിബ്സ് കേട്ടോ, ഇതൊക്കെ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇനി നമ്മൾ പഠിക്കാനുള്ളത് കാർട്ടിലേജസിനെ കുറിച്ചാണ്. നമ്മൾ ഈ ഫിമർ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ബോൺ ഏതാണ്, ഏറ്റവും ചെറിയ ബോൺസ് ഏതാണെന്നൊക്കെ അതൊക്കെ നല്ലതുപോലെ എഴുതിയെടുത്ത് പഠിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിനകത്തിൽ നമ്മുടെ അസ്ഥികളെക്കുറിച്ചാണ് കൂടുതലും പഠിക്കുന്നത് കേട്ടോ. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അസ്ഥികളുണ്ട് കേട്ടോ, ജോയിൻറ്റ് കേട്ടോ. കാർട്ടിലേജസ് എന്നാൽ എന്തെന്നാവും കുഞ്ഞുങ്ങളെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് വെക്കണം കേട്ടോ. എന്താണ് ഈ കാർട്ടിലേജസ്? നമ്മളിനി അവിടെ നോട്ട്സ് ഉണ്ട് കേട്ടോ, എല്ലാത്തിൻ്റെയും നോട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ടെസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോട്ട്സ് പറയാമല്ലോ, എന്തുവാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം കാർട്ടിലേജസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ തരുണാസ്ഥികൾ എന്നാണ്. എന്താ നിങ്ങളെ തരുണാസ്ഥികൾ എന്നാണ് കേട്ടോ. എക്സാമിൻ യുവർ ഇയർ ആൻഡ് നോസ്. ഡു ദേ ഫീൽ ആസ് എ സ്ട്രോങ് ആസ് എ ബോൺ ഇൻ യുവർ ആംസ് ആൻഡ് ലെഗ്സ്? ക്യാൻ യു ബെൻഡ് ദം? വൈ ഈസ് ഇറ്റ് പോസിബിൾ? വാട്ട് ടൈപ്പ് ഓഫ് ബോൺ ഈസ് പ്രസൻറ്റ് ദെയർ? ലെറ്റ്സ് ഡിസ്കസ്. അപ്പം ഞാൻ ഈ നോട്ട് മാത്രം തന്നാൽ കമൻറ്റ് ബോക്സിൽ കാണാം കുഞ്ഞുങ്ങളെ. എന്താ ടെസ്റ്റ് വായിച്ചിട്ട് നോട്ട് തന്നാൽ മതി. നോട്ട് മാത്രമാണ് തരുന്നെങ്കിൽ പറയും ടെസ്റ്റ് വായിച്ചിട്ട് പറയുമ്പം കമൻറ്റ് ബോക്സിൽ പറയും നോട്ട് മാത്രം ഇങ്ങനെ തന്നാൽ മതിയെന്ന്. ഇനി ഇത് രണ്ടും കൂടെ ചെയ്യുമ്പം പറയും PDF ഇങ്ങനെ അയച്ചു തരാൻ. രണ്ടായാലും കമൻറ്റ് ചെയ്യാൻ കാണുന്നുണ്ടോ നിങ്ങളെ. എപ്പോഴും ടെസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നോട്ട് എഴുതിയെടുക്കാൻ. അല്ലെ എന്തുവാന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ നോട്ട് എഴുതിയെടുക്കുന്നത്. കാര്യം മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ നോട്ട് എഴുതിയെടുക്കാൻ കേട്ടോ. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നമ്മളൊരു ടെസ്റ്റ് തരുമ്പോൾ പിന്നെ എന്തിനാണ് അവരിതൊക്കെ തന്നിരിക്കുന്നത്? നോട്ട്സ് എല്ലാം പുസ്തകത്തിൽ PDF ആയിട്ട് ഇങ്ങനെ തന്നാൽ പോരായോ ഇല്ലയോ? അത് നമ്മൾ പഠിച്ചങ്ങ് പറഞ്ഞ് കേൾപ്പിച്ചാൽ പോരായോ? ടെസ്റ്റിനകത്തിൽ എല്ലാ കാര്യവും വിശദ വിവരമായിട്ട് പറയുന്നുണ്ട്. അതിനകത്തുനിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ തരുന്നത്. അപ്പം ടെസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ കേട്ടോ. അങ്ങനെ പഠിക്കാവൂ. അപ്പോൾ കാർട്ടിലേജസ് എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ ഇവിടെ, അതായത് നിങ്ങളുടെ ചെവി, മൂക്ക്, ഇയറും നോസും അല്ലേ എന്നീ ഭാഗങ്ങൾ നിങ്ങളൊന്ന് എക്സാമിൻ ചെയ്തു ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ നിങ്ങളെ? നമ്മുടെ മൂക്കിനും ചെവിക്കും, കൈയുടെയും കാലിൻ്റെയും അതുപോലെ ബലം നമ്മുടെ ചെവിക്കും മൂക്കിനും ഉണ്ടോ? ഇല്ല, അത് കട്ടി കുറഞ്ഞതാണ് നമ്മുടെ ചെവിയുടെയും മൂക്കിൻ്റെയൊക്കെ. ഒരു ഇടി കൊണ്ടാൽ മൂക്കൊക്കെ ചമ്മന്തിയാവും അല്ലേ, ചെവിയൊക്കെ ഇല്ലയോ? അതുപോലെ ഇവ പിടിച്ച് വളയ്ക്കാൻ സാധിക്കുന്നില്ലേ? ചെവി മൂക്കും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സാധിക്കുന്നത്? ഏത് തരം അസ്ഥിയാണ് ഇവിടെ നമുക്കുള്ളത്? നമുക്ക് അതിനെക്കുറിച്ചാണ് ഇനിയും പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നത് കാർട്ടിലേജസിനെ കുറിച്ചാണ്. എന്താ നിങ്ങളെ, കാർട്ടിലേജസ് ആർ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. കാർട്ടിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ പാർട്ട് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ്. ദേ ആർ സോഫ്റ്റർ ദാൻ ബോൺസ് ആൻഡ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ ബോഡീസ് ഓഫ് other animals. Primarily, cartilages are found in the ear, nose, elbow, knee, ankle, trachea and the disc between the vertebrae. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാവും നിങ്ങളെ നമ്മൾ ഈ പറഞ്ഞ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. ഇവ എല്ലുകളേക്കാൾ മൃദുലമാണ്. നമ്മുടെ എല്ലുകളേക്കാൾ മൃദുലമാണ്. പിന്നെയോ മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരത്തിലും ഇത് കാണപ്പെടുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരത്തിലും ഇത് കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, പിന്നെ എവിടെയൊക്കെയാണ് കൈമുട്ട്, കാൽമുട്ട്, നമ്മുടെ കണങ്കാല്, ശ്വാസകോശം, ഇതിൻ്റെയൊക്കെ ഇയർ അല്ലേ ചെവി, പിന്നെ നോസ് മൂക്ക്, പിന്നെ കൈമുട്ട് എൽബോ, അറിയാൻ വയ്യാത്തവരൊക്കെ ഇപ്പം പഠിക്കണം. എൽബോസ് എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ മുട്ട്, പിന്നെ കാല് നീസ് നമ്മുടെ കാൽമുട്ട്, ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമ്മുടെ ഈ കണങ്കാലിന് പറയുന്ന മുട്ടിൻ്റെ കേട്ടോ കണങ്കാല്. ട്രാക്കിയ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ, ശ്വാസകോശം. പിന്നെന്താ നിങ്ങളെ ട്രാക്കിയ ആൻഡ് പിന്നെ
ഡിസ്ക് ബിറ്റ്വീൻ ദ വെർട്ടിബ്രേ, നമ്മുടെ കശേരുക്കൾക്കിടയിൽ, കശേരുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ? വെർട്ടിബ്ര കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാൽ അല്ലേ? അതിൻ്റെ കശേരുക്കളുടെ ബിറ്റ്വീൻ, ഇടയിൽ എന്താ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലും ഒക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? നമ്മുടെ കാർട്ടിലേജസ് കാണപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത നമ്മൾ ജോയിൻറ്റിനെ കുറിച്ചാണ്. എന്താണ് ജോയിൻറ്റ്? അപ്പോൾ കാർട്ടിലേജസ് എന്നാൽ എന്തെന്നുള്ള നോട്ടാണ് ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. എന്താണ് തരുണാസ്ഥികൾ? കാർട്ടിലേജസ് ആർ എ ഫ്ലെക്സിബിൾ പാർട്ട് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ്. They are softer than bones and are found in both the human body and the bodies of other animals. Primary cartilages are found in the ear, nose, elbow, knee, ankles, trachea and the disc between the vertebrae. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളെക്കാൾ മൃദുലമാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരത്തിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നിവിടങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ കാർട്ടിലേജസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ? ജോയിൻറ്റുകളെ കുറിച്ചാണ്. എന്താ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ക്യാൻ വി ബെൻഡ് ആൻഡ് സ്ട്രെങ്തൻ അവർ ആംസ്, ലങ്സ് ആൻഡ് ഫിംഗേഴ്സ് ഈസിലി? ഹൗ ഈസ് ദീസ് പോസിബിൾ? നമ്മുടെ കൈകാലുകളിലും വിരലുകളിലും അനായാസം നമുക്ക് മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? നമ്മുടെ കൈകാലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നൂക്കാനും മടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണെന്നാണ് അതിൻ്റെ തൊട്ട് താഴെ നോക്കുന്നു കുഞ്ഞുങ്ങളെ. ഒരു ദ പിക്ചർ ഓഫ് ദ ബോൺ ഇൻ ദ ഹ്യൂമൻ ഹാൻഡ്. ഇതാണ് ഒന്നാമത്തെ, മനുഷ്യൻ്റെ കൈയാണ്. എന്നാൽ ആൻഡ് ദ മോഡൽ മെയ്ഡ് ഓഫ് കാർഡ്ബോർഡ് വെച്ചൊരെണ്ണവും പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യരുടെ കൈയുടെ അസ്ഥികളും കാർഡ്ബോർഡ് വെച്ചൊരെണ്ണവും പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആർ പ്രൊവൈഡഡ് എബോ. കെയർഫുള്ളി ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫിംഗേഴ്സ് ഇൻ റിലേഷൻസ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹാൻഡ്. ഫിഗർ 1, ഫിഗർ 2. ഫിഗർ 1ൻ്റെയും ഫിഗർ 2ൻ്റെയും മനുഷ്യൻ്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രവും കാർഡ്ബോർഡിലെ തയ്യാറാക്കിയ ചിത്രവുമാണ് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. ചിത്രങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിച്ചിട്ട് കൈപ്പത്തിയുടെ ചലനവുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് ജോയിൻറ്റിനെ കുറിച്ചാണ്. എന്താണ് ഈ ജോയിൻറ്റ്? അടുത്ത അതാവും നിങ്ങളെ. ജോയിൻറ്റ് എന്നാൽ എന്ത്? അതിൻ്റെ മലയാളം അസ്ഥിസന്ധികൾ എന്നാണ്. ജോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിസന്ധികൾ. എ ജോയിൻറ്റ് ഈസ് ദ പാർട്ട് വെയർ 2 or more bones meet. എ ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത്. ദെയർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ അവർ ബോഡി. സം ജോയിൻ്റ് ആർ മൂവബിൾ ആൻഡ് സം ഇമ്മൂവബിൾ. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥികളുണ്ട്. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള അസ്ഥികളുണ്ട്. അത് മൂവ് ചെയ്യുന്നതുകൊണ്ട്, ചലിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട്, ചലിപ്പിക്കാൻ കഴിയാത്തതുമുണ്ട്. എന്താണ് ജോയിൻറ്റ്? നമ്മൾ കാർട്ടിലേജസ് അല്ലെ തരുണാസ്ഥികൾ എന്നാൽ എന്തെന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ കട്ടി കുറവാകും നിങ്ങളെ. നമ്മുടെ ചെവിയിലും മൂക്കിലും ഒക്കെയുള്ള ചെറിയ ചെറിയ അസ്ഥികളെക്കുറിച്ചായിരുന്നു അത്. പിന്നെ ഇപ്പം പഠിച്ചത് ജോയിൻറ്റ് എന്നാൽ എന്ത്? ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ജോയിൻ്റ്. അത് കേൾക്കുമ്പോഴേ അറിയാം ജോയിൻ്റ് ചെയ്യുക എന്നല്ലേ. രണ്ടോ അതിലധികമോ അസ്ഥികൾ തങ്ങളിൽ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ അസ്ഥിസന്ധി അല്ലെങ്കിൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥികളുണ്ട്, വിവിധ തരം ജോയിൻറ്റുകളുണ്ട് അല്ലേ. അതിൽ ചലിപ്പിക്കാൻ പറ്റുന്നവയുണ്ട്, പറ്റാത്തവയുണ്ട്. ഓക്കെയാണോ? നമ്പർ അടിസ്ഥാനത്തിൽ തന്നെ എഴുതിയെടുക്കണേ. നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ ബാക്കിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇനി അവർ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഒരു കാർഡ്ബോർഡിൽ ഒരെണ്ണം കാണിച്ചു എന്ന് പറയുന്നില്ലേ കുഞ്ഞുങ്ങളെ? അത് ഞാൻ റഫായിട്ട് നിങ്ങളതങ്ങ് സ്വന്തമായിട്ട് എഴുതാന്നുള്ളതാണ്. മനുഷ്യൻ്റെ കൈപ്പത്തിയും കാർഡ്ബോർഡിലെ അസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഹ്യൂമൻ ഹാൻഡ് വിത്ത് ഇറ്റ്സ് വേരിയസ് ജോയിൻ്റ് അലോ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ഇൻക്ലൂഡിങ് ബെൻഡിങ്, സ്ട്രെയിറ്റനിങ്, ഗ്രാസ്പിംഗ് ആൻഡ് സ്കിൽ ലൈക്ക് റൈറ്റിംഗ്. കാർഡ്ബോർഡ് മോഡൽ ലൈക്ക് ട്രൂ ജോയിൻറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിൾ കണക്ഷൻസ് വുഡ് ബി റൈറ്റ് ആൻഡ് റിജിഡ് ആണ് ആൻഡ് able to perform the movement of a human hand. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയക്കാർ അതങ്ങ് എഴുതണം കേട്ടോ. ഹ്യൂമൻ ഹാൻഡും കാർഡ്ബോർഡിലെ ഹാൻഡും എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നല്ലേ. നമ്മുടെ മനുഷ്യൻ്റെ കൈ ആണെങ്കിൽ അതിനെന്താ ചെയ്യും? അതിനെ ചലിപ്പിക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഈ വിരൽ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് എന്ത് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ പറയുന്നത് റൈറ്റിംഗ്, എഴുതാൻ പറ്റും, നമുക്ക് നിവർത്ത് പിടിക്കാൻ പറ്റും, മടക്കി പിടിക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കാർഡ്ബോർഡിൽ നമുക്ക് ഒറ്റ വാക്കി പറയാം എന്താ? കാർഡ്ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ലേ അല്ലേ. അതിനെന്താ? ആ അസ്ഥികൾക്ക് ചലനമില്ല. ഉണ്ടോ? ഇല്ല.
മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് അതിൻ്റെ തൊട്ട് താഴെ ഒരു പടം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്മുടെ കൈപ്പത്തി രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ ആയിരുന്നെങ്കിലോ, ഇതുപോലെയാണ് നമ്മുടെ കൈ ആയിരുന്നെങ്കിലോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുക. ഓക്കെ, വാട്ട് ഈഫ് യുവർ ഹാൻഡ് ലൈക്ക് ഫിഗർ 2 പോലെ ആയിരുന്നെങ്കിലോ? ടേക്ക് തിൻ പൈപ്പ് യൂസ്ഡ് ഫോർ വയറിങ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യുവർ ഫിംഗേഴ്സ് as show in figure 3. Okay, ഇവിടെ figure 3. Now try writing in the book with that handing using a pen. Are you able to write? What is the reason? ഇവിടെ ചോദിച്ചേക്കുന്നത് വയറിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ണം കുറഞ്ഞ പൈപ്പ് ഉണ്ടല്ലോ കുഞ്ഞിലെ, ചെറിയ പൈപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പൈപ്പിൽ ഞാൻ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ കൈവിരലിനകത്തിൽ കൈവിരലിൽ ഓരോന്നിലായിട്ട് ഇതിലുള്ള ഈ പൈപ്പ് പോലത്തെ സാധനം കയറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് പേന എടുത്ത് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കൂ. നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? ഈ വിരളയിലെല്ലാം നമ്മൾ എന്താവും നിങ്ങളെ ചെറിയ പൈപ്പ് പോലത്തെ സാധനം എല്ലായിടവും എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റുമെന്ന്. ഇതൊക്കെ എന്താ പറ്റുമോ? ഇല്ല. എന്താ ഇവിടെയൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടോ നമ്മുടെ വിരൽ എങ്ങനെ ഒടിഞ്ഞിരിക്കും അല്ലേ? വിരൽ ഒടിഞ്ഞിരിക്കത്തില്ലയോ നിങ്ങളെ, ഇല്ലയോ? അപ്പോൾ ഇങ്ങനെ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ, ഇല്ലയോ? അത് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ അവിടെ പറയുന്നുണ്ട്, വാട്ട് ഈഫ് ഓൾ ദ ബോൺസ് ഓഫ് അവർ ബോഡി വെയർ ജോയിൻഡ് എ സിംഗിൾ ബോൺ, വാട്ട് ഡിഫിക്കൽട്ടീസ് വുഡ് വി ഫേസ്? ട്രൈ ടു ഗസ്. വി ആർ ഏബിൾ ടു മൂവ് അവർ ബോൺസ് ബിക്കോസ് വി ഹാവ് ജോയിൻഡ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ ഒറ്റ അസ്ഥി ആയിരുന്നെങ്കിലോ? ഇതെല്ലാം ഇങ്ങനെ ഇവിടെ തന്നെ നോക്കും നിങ്ങൾ. ഏതാണ്ട് ഇവിടെ ഒരെണ്ണം ഇവിടെ വെച്ച് നമുക്ക് അതിനെ ഓടിക്കാം, ഇവിടെ വെച്ച് ഇതെല്ലാം നമുക്ക് ഒടിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? അവർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ ഒറ്റ അസ്ഥിയായിട്ടായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തൊക്കെ പ്രയാസമായിരിക്കും അല്ലേ? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയേ. അസ്ഥികളെ ചലിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് സന്ധികളുണ്ട് കുഞ്ഞുങ്ങളെ. അസ്ഥികളിൽ സന്ധി ജോയിൻസുകൾ അല്ലേ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വല്ലതും ചലിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഈ നല്ലപോലെ മനസ്സിലാക്കി തന്നെ പോണേ. നമ്മളിപ്പോൾ പഠിച്ചത് കാർട്ടിലേജ് എന്താണെന്ന്, ചെറിയ അസ്ഥികളെക്കുറിച്ച്, ഇപ്പോൾ പഠിച്ച ജോയിൻറ്റുകളെ കുറിച്ചാണ്. ഇനി നമ്മൾ ആ ജോയിൻറ്റിൽ പല തരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മളീ പറയുന്നെങ്കിലും പല തരത്തിലുള്ള ജോയിൻറ്റ് എന്നാൽ എന്തെന്ന് എഴുതിയെടുക്കണേ. പിന്നെ ഇതും എക്സ്പെരിമെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ റഫായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. മെയിനായിട്ടുള്ളതെല്ലാം ഞാൻ നോട്ട് തരുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ ജോയിൻറ്റിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കുഞ്ഞുങ്ങളെ ഹിഞ്ച് ജോയിൻറ്റ്, പിവോട്ട് ജോയിൻറ്റ്, ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്നീ 3 ജോയിൻറ്റുകളെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഹിഞ്ച് ജോയിൻറ്റ്, പിവോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, അതുപോലെ തന്നെ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇങ്ങനെ 3 എണ്ണത്തിനെ കുറിച്ചാണ്. പിവോട്ട് ജോയിൻറ്റ് കേട്ടോ, അത് ഓരോന്നിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഹിഞ്ച് ജോയിൻറ്റ്. എന്താ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ലൈക്ക് ദ ഹിഞ്ച് ഇൻ എ ഡോർ ഓർ വിൻഡോ, ദ ബോൺസ് ഇൻ ദ എൽബോ ആൻഡ് നീ ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻസ്. ദീസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഫൗണ്ട് ഇൻ ദ എൽബോ ആൻഡ് നീ ആർ കാൾഡ് ഹിഞ്ച് ജോയിൻറ്റ്. കംപ്ലീറ്റ് ദ ടേബിൾ. ഇതിനെക്കുറിച്ച് ഈ പറയുന്ന എല്ലാം ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? അപ്പോൾ നമ്മൾ അത്രയും വാരി വലിച്ച് സമയം കളയണ്ട. നോക്കിയേ, എന്താണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥ കൊണ്ടല്ലോ, കഥകിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടത്തോട്ട് മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ബുക്ക് പോലെയല്ലേ കുഞ്ഞുങ്ങളെ? നമ്മുടെ ഈ ബുക്ക് പോലെ നമ്മൾ അതിനെ തുറക്കുന്നു അടയ്ക്കുന്നു ഇത്രയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചാൽ മതി അല്ലേ? കഥവാണെങ്കിലും ജനലാണെങ്കിലും നമുക്ക് അങ്ങനെയല്ല പറ്റത്തുള്ളൂ. അതോ കമത്തി വെക്കാനോ നൂത്ത് വെക്കാനോ വല്ലതും പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യം പറയാണ്ട് ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഇത് കൊടുക്കുക, ഇത് വെച്ച് നമ്മളെന്താ ഇങ്ങനെ ഇതല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി പോകണം കേട്ടോ. അതാണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും നമ്മുടെ കൈയുടെ മുട്ടില്ലേ കുഞ്ഞുങ്ങളെ, ഈ മുട്ട് അത് നമ്മളെന്താ മുമ്പോട്ടും താപ്പോട്ടും മാത്രമല്ല നമുക്ക് ആക്കാൻ പറ്റുന്നുള്ളൂ. തിരിച്ച് പുറയിലോട്ട് കൈ പിടിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഓരോന്നും മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധികളെ എന്ത് പറയുന്നത്? വിജാഗിരി സന്ധികൾ അല്ലെങ്കിൽ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിൻറ്റ് എന്നാൽ എന്താണ്? കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ
കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു എക്സാമ്പിളാവും നിങ്ങളെ. കൈമുട്ടിലെയും കാൽമുട്ടിലെയും കാണപ്പെടുന്ന സന്ധികളെയാണ് വിജാഗിരി സന്ധികൾ. കറക്റ്റ് അത്രയും പഠിച്ചാൽ മതി. നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടികളിലെയും കാണപ്പെടുന്ന സന്ധികളെയാണ് വിജാഗിരി സന്ധികൾ എന്ന് പറയുന്നത്. ലൈക്ക് ദ ഹിഞ്ചസ് ഇൻ എ ഡോർ ഓർ വിൻഡോ, ദ ബോൺസ് ഇൻ ദ എൽബോ ആൻഡ് നീ ക്യാൻ ബി മൂവ്ഡ് ഓൺലി വൺ ഡയറക്ഷൻസ്. ദീസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഫൗണ്ട് ഇൻ ദ എൽബോ ആൻഡ് നീ ആർ കാൾഡ് ഹിഞ്ച് ജോയിൻറ്റ്. അപ്പം നിങ്ങൾ ജോയിൻറ്റ് ഫൗണ്ട് ഇൻ ദ എൽബോ ആൻഡ് നീ, അത് കേൾക്കുമ്പോഴേ അറിയാം കാലിൻ്റെയും കൈമുട്ടിലെയും കാണപ്പെടുന്ന സന്ധികളെയാണ് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ 3 നമ്മളിപ്പോൾ ജോയിൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഈ ജോയിൻറ്റിൻ്റെ ഒന്നാമത് നമ്മൾ പഠിച്ച ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻറ്റിനും ഇതുപോലെയുണ്ട്. നമ്മൾ പിവോട്ട് ജോയിൻറ്റ് പഠിക്കുമ്പോഴും ഇതുപോലെ 3 പഠിക്കണം. അതുപോലെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് പഠിക്കുമ്പോഴും ഇതുപോലെ ഒരു കോളമുണ്ട് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണേ. കാരണം ഈ 3 ജോയിൻറ്റിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ 3 അങ്ങ് എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഹിഞ്ച് ജോയിൻ്റ് എന്നാൽ എന്താവും നിങ്ങൾ നോക്കിയാൽ വിജാഗിരി സന്ധി എന്നാണ്. എൽബോ നീ കൈമുട്ടിലെയും കാൽമുട്ടിലെയും കാണപ്പെടുന്നതാണെന്നോ ആ ഒരൊറ്റ ക്ലൂ പഠിച്ചാൽ മതി. ഇനി എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പിടികിട്ടിയോ? കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മൾ കാർട്ടിലേജ് എന്നാൽ എന്തെന്ന് പഠിച്ചു, ജോയിൻ്റ് എന്നാൽ എന്തെന്ന് പഠിച്ചു. ഈ ജോയിൻറ്റിൻ്റെ ഒന്നാമത്തെ ജോയിൻ്റാണ് ഹിഞ്ച് ജോയിൻ്റ് അല്ലെങ്കിൽ വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. ഈ വിജാഗിരി സന്ധിയുടെ ഉള്ളതെന്ന് വെച്ചാൽ എൽബോയിലും നീയിലുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. വാരി വലിച്ചൊന്നും മാറിയണ്ട. അടുത്ത് നോക്കിക്കേ. ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് എ ഹിഞ്ച് ജോയിൻ്റ്. അടുത്ത് നോക്കൂ നിങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇത് വാരി വലിച്ച് ഇതിനകത്തിലൊന്നും ഒന്നുമില്ല. അതായത് ഇവ നിർമ്മിക്കാനായി ഗ്രൂപ്പ് തിരിഞ്ഞൊരു പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. വിജാഗിരി സന്ധി ഉണ്ടാക്കാനായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ, തടിയുണ്ടല്ലോ നിങ്ങൾ, മൾട്ടിവുഡിലോ കൈയുടെ ഭാഗങ്ങളുടെ രൂപങ്ങൾ വെവ്വേറെ വെട്ടിയെടുത്തതിന് ശേഷം ഈ 2 ഭാഗങ്ങളും ബന്ധിപ്പിക്കാൻ വേണ്ടി കണ്ടോ ഈ വിജാഗിരി ഇതാ ഉദ്ദേശിക്കുന്നത്. ഈ വിജാഗിരി എന്ത് ചെയ്യുക? എന്തിനാണ്? നമ്മുടെ പുസ്തകം അങ്ങ് ഓർത്താൽ മതി. ഇത് തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയും ഇത് ഓർത്താൽ മതി. ഇനി ഇത് നിങ്ങൾ വെട്ടാനും കുത്താനും ഒന്നും പോകണ്ട കേട്ടോ. ബന്ധിപ്പിക്കുക. എങ്ങനെ വിജാഗിരി ഉപയോഗിച്ച് ഇവയെ ബന്ധിപ്പിച്ച് ചലനം സാധ്യമാക്കുന്നത് എങ്ങനെയെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുമെന്നാവും നിങ്ങൾ. അതിനകത്ത് പഠിക്കാനൊന്നുമില്ല കേട്ടോ. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. കാരണം സംഭവം ഇതാണ്. നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ആ സംഭവം അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ രണ്ടാമത്തെ ജോയിൻറ്റ് പഠിക്കുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആവും. നിങ്ങളെ നല്ലതുപോലെ അറിയണേ. ഹിഞ്ച് ജോയിൻ്റ് നല്ലപോലെ പഠിച്ചിരിക്കണം. അത് ഓർക്കുമ്പോഴേ കഥകും ജനലും ഓർക്കുക. അടുത്ത ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്, അത് കേൾക്കുമ്പോഴേ അറിയാം. ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സോക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, അതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. എന്തായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കിയേ. ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഷോൾഡർ ജോയിൻ്റ്, ഷോൾഡർ തോള് അല്ലേ, ജോയിൻ്റ് സിമിലർ ടു ദാറ്റ് ദ എൽബോ ആൻഡ് നീ. ട്രൈ മൂവിങ് യുവർ ആംസ് സൈഡ് വേ. കാണ്ട് ദ ഷോൾഡർ ഷുഡ് ബി മൂവ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ട്രൈ ഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നറിയോ, നമ്മുടെ കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും ചലനം ഒന്നുപോലെയാണോ കുഞ്ഞുങ്ങളുടെ? നമ്മുടെ കൈയുടെ മുട്ടും കാലിൻ്റെ മുട്ടിൻ്റെയും ചലനം ഒന്നുപോലെയാണോ? കൈകൾ നമുക്ക് വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ചൊന്ന് നോക്കൂ. തോളലുണ്ടല്ലോ, അതിൻ്റെ സന്ധി എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുന്ന. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ജോയിൻറ്റ്, ഷോൾഡറിൻ്റെ ജോയിൻറ്റ്. നമ്മുടെ തോളുണ്ടല്ലോ, തോള്, ഷോൾഡർ എന്ന് വെച്ചാൽ തോളാണേ കുഞ്ഞു. നമ്മുടെ തോളിൻ്റെ എല്ല് കണ്ടോ. അതുപോലെ ഹിപ്പ് ജോയിൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഹിപ്പ് നമ്മുടെ ഈ ഏത് ഭാഗമാണ് ഈ ഇത് വരുന്നത്? ഇടുപ്പാവും ഞാൻ കേട്ടോ. ഇടുപ്പ്, ഹിപ്പ് ജോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പല്ലേ, നമ്മുടെ ഈ ഭാഗം, ഈ പുറം നടു എന്നൊക്കെ നമ്മൾ പറയും. നടു അല്ലാണ്ട് ഈ പാഴം കാണുമ്പോൾ അവിടെ ഉണ്ടോ ഹിപ്പ്, നമ്മുടെ ഈ വെർട്ടിബ്ര ഈ പടം കാണുമ്പോൾ അറിയാം ഇത് വന്ന് നിൽക്കുന്ന ഈ 2 ഭാഗം. ഓക്കെ. അപ്പോൾ ഈ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അറിയേണ്ട കാര്യം അതാണ്, എന്താണ് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓരോന്നും പഠിക്കുമ്പോഴും മനസ്സിലാക്കി പോകണം. നമ്മൾ ഹിഞ്ച് ജോയിൻറ്റ് എന്നാൽ എന്തെന്ന് പഠിച്ചു, അത് കഥകും ജനലും ഓർത്തോണം. രണ്ടാമത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. എന്താണെന്ന് നോക്കിക്കേ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം, ബാളെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ, ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന രീതിയാവും നിങ്ങളെ. മനസ്സിലായോ? ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ
തിരിയുന്ന രീതിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് തോളിലും ഇടുപ്പ് ഭാഗങ്ങളിലുമാണ് ഇത് കാണപ്പെടുന്നത്. അപ്പം ഹിഞ്ച് ജോയിൻ്റ് എവിടെ ആവും ഞങ്ങൾ? ഹിൻഡെന്ന് കേൾക്കുമ്പോഴേ കതക്, ജനൽ അല്ലേ, ആ രണ്ട് വാക്ക് ഓർത്തോണം. അതെവിടൊക്കെയാണ്? കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നു. കയ്യട മുട്ടിലും കാലിൻ്റെ മുട്ടിലുമാണ് ഇത് കാണപ്പെടുന്നത്. ക്ലൂ പഠിച്ചോണം. ഇനി ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ തോളും ഇടുപ്പും, ഹിപ്പ് കേട്ടോ, തോളും ഷോൾഡറിലും ഹിപ്പിലും, ഹിപ്പെന്ന് വെച്ചാൽ ഇടുപ്പെന്നാണ്, ഇടുപ്പെല്ലാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ദ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഈസ് ദ ജോയിൻറ്റ് വിത്ത് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റൗണ്ട് എൻഡ് ഓഫ് വൺ ബോൾ ഈസ് ഏബിൾ ടു റൊട്ടേറ്റ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ദെയർഫോർ ഇറ്റ് ഈസ് കാൾഡ് ദ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ദീസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് ഫൗണ്ടഡ് ഇൻ ദ ഷോൾഡർ ആൻഡ് ഹിപ്പ്. നല്ലതുപോലെ പഠിക്കണേ. ആ ക്ലൂ വെച്ചങ്ങ് പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. നമ്മൾ ജോയിൻറ്റിനെ കുറിച്ചാണ് പഠിക്കുക. ഈ ജോയിൻ്റ് എന്ന് കേൾക്കുമ്പോഴേ എന്താ ജോയിൻറ്റ്? രണ്ട് ജോയിൻറ്റുകൾ രണ്ട് ബോൺസുകൾ തങ്ങളിൽ മീറ്റ് ചെയ്യുന്ന അല്ലേ, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ നമ്മൾ മൂന്നായിട്ട് ഇവിടെ തിരിച്ചു. ഒന്ന് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് കേൾക്കുമ്പോഴേ കതക്, ജനൽ, അതെന്ന് ഓർക്കുമ്പോഴേ കൈമുട്ടും കാൽമുട്ടുമാണ്. രണ്ടാമത്തെ ജോയിൻ്റാണ് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇത് കേൾക്കുമ്പോഴേ ഏതാ കുഞ്ഞുങ്ങളെ? തോളും ഇടുപ്പെല്ലുമാണ്, ഷോൾഡറും ഹിപ്പും കേട്ടോ. ഇത് ചലിക്കുന്നതാണ്, ചലനശേഷിയുള്ളതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ കൈ പുറകോട്ടും മുമ്പോട്ടും എല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒന്നാമത്തെ ഏതായിരുന്നു ഇത് ഹിഞ്ച് ജോയിൻറ്റിൻ്റെ 3 എണ്ണം. ഹിഞ്ച് ജോയിൻറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഏത് ഭാഗം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത നമ്മളെന്താ ജോയിൻ്റ് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, അത് ഏത് ഭാഗത്താണ്, അതിൻ്റെ പ്രത്യേകത നോക്കിയേ. ബാൾ ആൻഡ് സോക്കറ്റ് എന്ന് വെച്ചാൽ ഷോൾഡർ ആൻഡ് ഹിപ്പ്, തോളും ഇടുപ്പും. ദി ജോയിൻറ്റ് വിത്ത് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ദ റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ അത് തിരിയുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ ചെന്ന് തിരിയുന്നതാണ് കുഞ്ഞുങ്ങളെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. നല്ലപോലെ മനസ്സിലാക്കണേ. അങ്ങനെ 2 ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നോ അത് ഞാനങ്ങ് ചുരുക്കി പറയാം. അതിനകത്തിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല കുഞ്ഞുങ്ങൾ. ഇവിടെ ഒരു ഐസ്ക്രീം ബോൾ വേണം. അത് ബോൾ ചെറുതും വലുതും എടുക്കണം. എന്നിട്ട് മരസ്കെയിൽ ഉപയോഗിക്കണം. എന്തോ ചെയ്യണമെന്ന് നോക്കിയതാണ്. ഇവിടെ ഐസ്ക്രീം ബോളില്ലേ, നമ്മളിതൊക്കെ കഴിക്കുന്നതല്ലേ, 2 ഐസ്ക്രീം ബോൾ. അപ്പോൾ ചെറിയ ഐസ്ക്രീം ബോൾ ഉള്ളിൽ കുടുങ്ങി നിൽക്കുന്ന വിധം വലിയ ഐസ്ക്രീം ബോളിൽ നിന്നും കുറച്ച് ഭാഗം മുറിച്ച് കളയുക. 2 ഐസ്ക്രീം ബോളുകളും ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മരസ്കെയിലിനുള്ളിൽ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വലിയ ഐസ്ക്രീം ബോൾ ഉറപ്പിച്ച മരസ്കെയിൽ പിടിച്ചിട്ട് ചെറിയ ബോൾ ഉറപ്പിച്ച മരസ്കെയിൽ ചലിപ്പിച്ച് നോക്കൂ. തോൾ ഭാഗത്ത് ചലനമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അത് അതിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും കുഞ്ഞുങ്ങളെ. അതേ ഉള്ളൂ. ഈ വലിയ ഐസ്ക്രീം ഈ ചെറുതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താ, അതിങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അത് റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് കാണാതെ പഠിക്കാൻ അതിനകത്തിലൊന്നുമില്ല. അടുത്ത നമ്മൾ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോയിൻ്റാണ് പിവോട്ടെന്നാവും ഞങ്ങളെ മലയാളം മീഡിയത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പിവോട്ട് ജോയിൻ്റ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. പറയുന്നത് പിവോട്ട് ജോയിൻ്റ് എന്നാണ്, എഴുതുന്നത് പിവട്ട് ജോയിൻ്റ് ആണ് കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റിൽ അങ്ങനെയാണ് പിവട്ട് ജോയിൻറ്റ്. അപ്പോൾ എന്താണെന്നാണ് അത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏതാണ്ട് ഇവിടെ പടം കൊടുത്തേക്കുന്നത് കണ്ടോ. പിവട്ട് ജോയിൻറ്റ് അതായത് കഴുത്തിലെ അസ്ഥിസന്ധികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴുത്ത് നമുക്ക് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? കഴുത്ത് നമുക്ക് ഈ 4 ഭാഗത്തോട്ടും സാധിക്കുന്നുണ്ടോ? എത്രമാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട്? ഇത്തരം അസ്ഥിസന്ധികളെയാണ് നമ്മൾ പിവട്ട്. നമ്മുടെ ഈ കഴുത്ത് നമുക്ക് പുറത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത്തരം സന്ധികളെയാണ് പിവട്ട് സന്ധി എന്ന് പറയുന്നത്. ഈ പിവോട്ട് സന്ധിയിൽ കാണപ്പെടുന്ന ശരീരഭാഗം, അതിൻ്റെ പ്രത്യേകത എന്നിവയൊക്കെ നിങ്ങൾ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിക്കേ, ജോയിൻറ്റ് അവിടെയും ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പിവോട്ട് ജോയിൻറ്റ്? നോക്കൂ നിങ്ങളെ. എ ബോൺ ദാറ്റ് മൂവ് ഫോർവേഡ്, ബാക്ക്വേഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. ഒരസ്ഥി മറ്റൊന്നിൽ, ഒറ്റ അസ്ഥിയേ ഉള്ളൂ, അത് മറ്റൊന്നിൽ പിന്നോട്ടും മുന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നതിനെയാണ് പിവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കഴുത്തിൽ ഈ ഒരെണ്ണത്തിലാണ് നമ്മൾ ഈ കിടന്ന് കളിക്കുന്നതല്ല അല്ല, ഈ ഒരെണ്ണം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് തിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട്, പുറകോട്ടും മുമ്പോട്ടും ഒക്കെ. പുറകെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ കാണാം. ഇതിലേക്കൂടെ ചരിഞ്ഞ് നിന്നാൽ ഇവിടെയും കുറേ കാണാം അല്ലേ. ഇപ്പോൾ നട്ടപ്പുറമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും കുറേയൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഈ ഒരൊറ്റ ഒരാൾ പിവോട്ട് ജോയിൻ്റ് കണ്ടോ, ഈ ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെ ജോലിയാണ് ഇതല്ല അല്ലേ. എന്താ? എ ബോൺ
ബോൺ ദാറ്റ് മൂവ് ഫോർവേഡ് ബാക്ക്വേഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. ഇതിനെ എന്താ പറയുന്നത്? പിവോട്ട് ജോയിൻറ്റ്. അതും ഈ ജോയിൻറ്റിൻ്റെ 3 എണ്ണവും ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇങ്ങനെ ബോക്സ് ഇട്ട് പാർട്ടായിട്ട് നമ്മുടെ ടെസ്റ്റിലുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പം ജോയിൻറ്റുകൾ ഏതെല്ലാം അവയെക്കുറിച്ച് വിശദമാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബോക്സ് ചെയ്ത് അങ്ങനെ എഴുതിയാലും മതി കുഞ്ഞുങ്ങളെ. നമ്മൾ ആദ്യമേ ഏത് ജോയിൻറ്റിനെ കുറിച്ചാണ് പഠിച്ചത്? ഹിഞ്ച് ജോയിൻറ്റിനെ കുറിച്ച് പഠിച്ചു. അത് എൽബോയും നീയുമാണ്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമേ അതിനെ ചലിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് ഈ ബോക്സിനകത്തിൽ എഴുതാം. രണ്ടാമത് നമ്മൾ പഠിച്ചത് ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അത് തോളും ഇടുപ്പെല്ലുമാണ് അല്ലേ, ഷോൾഡറും ഹിപ്പുമാണ്. അത് നല്ലപോലെ ചലിപ്പിക്കാൻ പറ്റും. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പിവോട്ട് ജോയിൻ്റ് ആണ്. ഇത് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു എന്ന്. അപ്പോൾ ഇത് ഇത്ര എഴുതിയാൽ തന്നെ 3 എണ്ണവും നമ്മൾ പറഞ്ഞു. ഏത് ഭാഗമാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഈ ഇതിനകത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം സന്ധികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ആദ്യമത്തെ പാർട്ടിനകത്തിൽ നമ്മൾ എന്താ മീനിൻ്റെ എല്ല് അല്ലേ, മത്സ്യത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ അസ്ഥികളെക്കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് വാരിയെല്ല്, നട്ടെല്ല് ഇതിനെക്കുറിച്ചായിരുന്നു. ഇന്ന് പറഞ്ഞത് ജോയിൻറ്റുകളെക്കുറിച്ചാണ് അല്ലേ. 3 തരം ജോയിൻറ്റുകളെക്കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. ഇനി ടെസ്റ്റിനകത്തിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഫ്രാക്ചർ, അതിൻ്റെ ഇപ്പുറത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ എന്താ പിവോട്ട് സന്ധിയുടെ മാതൃക ഉണ്ടാക്കാനായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പൗഡർ ടിൻ എടുക്കുക നിങ്ങൾ. ഏതാണ്ട് ഇതുപോലെ ഒരു പൗഡർ ടിന്ന്. എന്നിട്ട് അതിൻ്റെ അടപ്പ് അതിൻ്റെ മണ്ടഭാഗം ഇങ്ങനെയല്ലേ ഇല്ലേ, നമ്മളിത് കറക്കി എടുക്കുന്നത്. അതിൻ്റെ ആ മണ്ടഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അടപ്പ് ചലിക്കുന്നത്? നമ്മുടെ കഴുത്തിൻ്റെ ചലനവുമായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? പൗഡർ ടിന്നിൽ പാവയുടെ തല ഉറപ്പിച്ച് പിവറ്റ് സന്ധിയുടെ മാതൃക, പാവയുടെ തല ഒരെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ കേട്ടോ നിർമ്മിക്കൂ. കഴുത്ത് വശങ്ങളിലേക്ക് തിരിയുന്നത് പോലെ പാവയുടെ കഴുത്തും തിരിക്കാൻ കഴിയുന്നില്ലേ? നമ്മുടെ ശരീരത്തിൽ കാണുന്ന 3 തരം അസ്ഥികളുടെയും അവയുടെ പ്രത്യേകതയെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു സയൻസ് ഡയറിയിൽ എഴുതാനാവും നിങ്ങളെ ചോദിച്ചത് കേട്ടോ. ഇനി പാർട്ട് 4 നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ചർ, എക്സ്റേ, പിന്നെ ബോണിൻ്റെ ചെവിയുടെ കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ ഒറ്റ പാർട്ട് കൂടെ ആകുമ്പോൾ നമ്മൾ ആ ചാപ്റ്റർ തീരും. അപ്പം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. 3-ാമത്തെ പാർട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. നമ്മൾ ജോയിൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 3 തരം ജോയിൻ്റ് ഉണ്ട്. ഇനി ഞാനത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആ 3 എണ്ണത്തിൻ്റെയും ഏത് ശരീരഭാഗത്താണ് ഇത് ഉള്ളത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, നിങ്ങൾ അതങ്ങ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.